അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്നും പതിവ് പോലെ സുബ്ഹി ബാങ്കിന് വളരെ മുമ്പ് തന്നെ പുത്തൻവീട് തറവാട്ടിലെ ഷമ്മാസ് ഉണർന്നു. പുറത്ത് ഇരുട്ട് വിട്ടുമാറിയിട്ടില്ല. പുറത്തെ മാവിൻ കൊമ്പിൽ നിന്ന് ഏതോ പക്ഷി രാത്രിയുടെ ബാക്കി പത്രമെന്നോണം ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഷമ്മാസിന്റെ മനസ്സിൽ സമാധാനത്തിന്റെ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, സൗദ, തന്റെ ജ്യേഷ്ഠൻ നവാസിന്റെ ഭാര്യ. അവരുടെ സ്വഭാവവും പെരുമാറ്റവും ഓർക്കുമ്പോൾ ഷമ്മാസിന്റെ ഉള്ളിൽ ഭയം ഇരച്ചു കയറുകയാണ്. നവാസിന് സൗദയോട് ഇഷ്ടമുണ്ടായിരുന്നു, ജീവനായിരുന്നു. എന്നാൽ സൗദക്ക് ഭർത്താവിനോട് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. പകരം അവളുടെ കണ്ണുകൾ എപ്പോഴും തിരഞ്ഞത് അനിയനായ ഷമ്മാസിനെയായിരുന്നു. ഷമ്മാസിന്റെ യുവത്വവും സൗന്ദര്യവും അവളെ വല്ലാതെ ആകർഷിച്ചിരുന്നു. ഷമ്മാസിന് ശരിക്കും പറഞ്ഞാൽ സൗദയെ ഭയമായി തുടങ്ങിയിരിക്കുന്നു. തറവാട് വീടിന്റെ ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ, താൻ ഒന്ന് തിരിയുമ്പോഴോ അനങ്ങുമ്പോഴോ ഒക്കെ ആ ചുരുകളുടെ മറവിൽ നിന്ന് രണ്ട് കണ്ണുകൾ തന്നെ പിന്തുടരുന്നത് അവൻ അറിയാറുണ്ട്. അത് സൗദിയുടേതായിരുന്നു. എങ്ങനെയെങ്കിലും ഷമ്മാസിനെ തന്റെ വലയിലാക്കണം, അവന്റെ കൂടെ ഒരു ദിവസമെങ്കിലും ഭാര്യയായി കഴിയണം എന്നതായിരുന്നു അവളുടെ അടങ്ങാത്ത ആഗ്രഹം. എനിക്കെൻ്റെ നുസൈബയുണ്ടല്ലോ, സുന്ദരിയും ഗുണവതിയുമായ എൻ്റെ ഭാര്യ, പിന്നെന്തിനാണ് സൗദാത്ത എനിക്ക് നേരെ ഇങ്ങനെ നോക്കുന്നത്? റബ്ബേ, ഈ ചിന്തകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ, ഷമ്മാസ് മനസ്സിൽ പ്രാർത്ഥിച്ചു. അവന്റെ പ്രിയപ്പെട്ട ഭാര്യ നുസൈബ, പാവം നിഷ്കളങ്കമായ ആ പെണ്ണ്, അവൾ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ല. ഷമ്മാസ് ആ ബെഡിലിരുന്നു കണ്ടാണ് അതെല്ലാം ആലോചിക്കുന്നത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഷമ്മാസിന് പാവം തോന്നി. പാവം പെണ്ണ്, അതെ. എന്നാൽ മനസ്സിലെ ഭയവും അസ്വസ്ഥതയും മാറ്റാൻ ഒരേ ഒരു വഴിയേ അവന് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ, അള്ളാഹുവിലേക്കുള്ള അടുപ്പം. അവൻ പതുക്കെ എഴുന്നേറ്റ് ഉളൂഹുണ്ടാക്കി. ആ സമയത്ത് നുസൈബയെ വിളിച്ചില്ല. എന്നാൽ ഒരു നിമിഷം എന്നും സാധാരണ രീതിയിൽ നുസൈബ ഉണരും. അവൻ്റെ മുഖത്തേക്ക് അല്പം ഉളൂഹിൻ്റെ വെള്ളം കുടയുമ്പോൾ ഷമ്മാസ് ഉണരും. അങ്ങനെയായിരുന്നു പതിവ്. എന്നാൽ അന്ന് നുസൈബയെ അവൻ ഉണർത്തിയില്ല. കാരണം കുറച്ചു നേരത്തെ തന്നെ ഉണർന്നുകൊണ്ട് അവൻ ചിന്തയിലായിരുന്നു. മുറിയിലെ ചെറിയ വെളിച്ചത്തിൽ അവൻ മുസല്ല വിരിച്ചു. രാത്രിയുടെ അവസാന യാമങ്ങളിൽ പ്രപഞ്ചനാഥനോട് സംസാരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് അല്പം ശാന്തമായി തുടങ്ങി. സുജൂദിൽ വീണ് അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. തൻ്റെ കുടുംബത്തെ തകർച്ചയിൽ നിന്നും തന്നെ വഴിപിഴപ്പിക്കുന്ന ചിന്തകളിൽ നിന്നും കാത്തുരക്ഷിക്കാൻ അവൻ നാഥനോട് ദുആയിരുന്നു. എന്നാൽ ഒരു നിമിഷം അവൻ ആലോചിച്ചു, റബ്ബേ, ബാങ്ക് വിളിക്കാനായി. നുസൈബ ഇതുവരെ ഉണർന്നിട്ടില്ല. പതുക്കെ അവൻ കട്ടിലിൻ്റെ ആ ഒരു ഭാഗത്ത് മുട്ടി. നുസി, നുസി, ആ ഇക്ക, അല്ല, ഒരുപാട് ലേറ്റായോ? ബാങ്ക് കൊടുത്തോ? അവൾ പിഴഞ്ഞെഴുന്നേറ്റു. ഒരു നിമിഷം, ഇല്ല, ഞാൻ കുറച്ച് നേരത്തെ ഉണർന്നു. അല്ല, എൻ്റെ ഇക്ക നിസ്കാരം തുടങ്ങിയോ? ആ, നീ അല്പം കൂടെ കിടന്നോട്ടെ എന്ന് കരുതി. അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. ഫ്രഷായി ഉളൂഹ് ചെയ്തു. അങ്ങനെ അതാ അവൾ തഹജ്ജുദ് നിസ്കരിച്ചു. എന്ത് ഇക്കെന്ന് നേരത്തെ ഉണ്ടെന്നത് ഷാമോന്? ഏയ്, ഒന്നുമില്ല. അതെ, സൗദിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? അതേക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. ഒക്കെ പഠിച്ചവൻ്റെ വിധിയായിരിക്കും. നമ്മളെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഏയ്, അതൊന്നുമല്ല പെണ്ണെ, ഞാൻ അറിയാതെ ഉണർന്നപ്പോൾ, അതുകൊണ്ടാണ്. എന്നാൽ രണ്ടുപേരുടെ നിസ്കാരം കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിൽ നിന്നും സുബഹിന്റെ ബാങ്കിന്റെ ധ്വനികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിയിരുന്നു. അതെ, ഉസ്താദിന്റെ ബാങ്ക്. എന്നാൽ ആ സമയം അതാ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു. നുസൈബയോട് ഒരു നിമിഷം ഷമ്മാസ് പറഞ്ഞു, നുസി, നീ കണ്ടില്ലേ? അതെ, പിതാവിൻ്റെ ശബ്ദം കേട്ടപ്പോഴേക്കും, ആ ബാങ്കിന്റെ മനോഹരമായ ധ്വനി കേട്ടപ്പോഴേക്കും ആ മക്കളുടെ കരച്ചിൽ കേട്ടില്ലേ? അതെ, അതുതന്നെ വല്ലാത്തൊരു ബർക്കത്താണ്. കുഞ്ഞു മക്കൾ സുബഹിക്ക് ഉണരുമല്ലോ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ. പള്ളിയിലേക്ക് പോകാനായി ഷമ്മാസ് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. പുത്തൻവീട് തറവാടിന്റെ വലിയ ഹാൾ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. അവൻ പടികൾ ഇറങ്ങി താഴോട്ട് നടന്ന് ലൈറ്റ് ഇടുവാൻ വേണ്ടി നിന്നു. പെട്ടെന്നാണ് അടുക്കള ഭാഗത്തേക്കുള്ള വാതിലിനരികിൽ ഒരു നിഴൽ കണ്ടത്. അവന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. നോക്കുമ്പോൾ മറ്റാരുമല്ല, സൗദയാണ്. അതെ, തലയിൽ തട്ടും പോലും ശരിയായി ഇടാതെ അവൾ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് മാത്രം അണിഞ്ഞു നിൽക്കുന്നത് പോലെ വന്യമായ ഒരു നോട്ടത്തോടെ അവൾ ഷമ്മാസിനെ നോക്കി നിൽക്കുകയാണ്. ആ പ്രഭാത വെളിച്ചത്തിൽ അവളുടെ മുഖം അവന് ഭയമുണ്ടായിരുന്നു.
ഷമോനെ, ഇത്ര രാവിലെ എങ്ങോട്ടാ? അവൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടി. റബ്ബേ, ഇതിനൊർക്കൂല്ലേ? അവൾ പതിയ ശബ്ദത്തിൽ ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക ഭാവം ഉണ്ടായിരുന്നു. ഷമ്മാസ് അവളെ നോക്കാതെ തല താഴ്ത്തി പറഞ്ഞു, പള്ളിയിൽ പോവുകയാണ് സൗദത്ത, പോയി കിടന്നോളി. എപ്പോഴും പള്ളിയിലും പ്രാർത്ഥനയിലും മാത്രം ഒതുങ്ങിക്കൂടിയാൽ മതിയോ? ചുറ്റുള്ള മനുഷ്യരെ കൂടി ഒന്ന് കാണണ്ടേ? അവൾ ഒരടി മുന്നോട്ട് വെച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ സാമീപ്യം പോലും ഷമ്മാസിനെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ തോന്നി. അവൻ ഒട്ടും സമയം കളയാതെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. പിന്നിൽ സൗദിയുടെ നിരാശയും ദേഷ്യവും നിറഞ്ഞ നോട്ടം തൻ്റെ മുതുകിൽ തറക്കുന്നത് അവൻ അറിഞ്ഞു. സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങുവാൻ നിൽക്കുകയാണ്. ഉസ്താദിനോട് അല്പം സംസാരിച്ചു. ഖുർആൻ പാരായണം ചെയ്തു. ഷമ്മാസിന്റെ മനസ്സ് നേരെയായിരുന്നില്ല. വലിയൊരു വിപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതീതിയായിരുന്നു അവന്. അപ്പോഴാണ് അവന് ഒരു കാര്യം ഓർമ്മ വന്നത്. നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ വീണ്ടും സൗദിയെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ആ പ്രദേശത്തെ ആത്മീയ വര്യനും ബഹുമാന്യനുമായ എൻ്റെ കൂട്ടുകാരനുമായ മുഹ്സിൻ തങ്ങളുടെ വീട്ടിലേക്ക് പോകുവാൻ അവൻ തീരുമാനിച്ചു. മുഹ്സിൻ തങ്ങൾ ഒരു മികച്ച തങ്ങളും വൈദ്യനും എല്ലാം കൂടിയാണ്. തൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾക്ക്, തറവാട്ടിലെ അശാന്തിക്കും എന്തെങ്കിലും ഒരു പരിഹാരം തങ്ങളുടെ അടുത്തു നിന്ന് ലഭിക്കുമെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു. തങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾക്ക് ഭൂമിയിൽ പതിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഷമ്മാസിൻ്റെ ഉള്ളിൽ പുത്തൻവീട് തറവാടിലെ ആ നിഴലുകളും സൗദിയുടെ ആ ഭയപ്പെടുത്തുന്ന മുഖവും തന്നെയായിരുന്നു നിറഞ്ഞിരുന്നത്. തങ്ങളെ കണ്ട് സങ്കടങ്ങൾ പറയണം, അതെ, പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയണം. അവൻ അതാ കാർ സ്പീഡിൽ ഓടിച്ചു. പുത്തൻവീട് തറവാട്ടിലെ ആ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും ഷമ്മാസ് നടന്നെത്തിയത് മുഹ്സിൻ തങ്ങളുടെ ഇരുനില വസതിയിലേക്കായിരുന്നു. അവൻ്റെ കാർ അതാ അവിടെ പാർക്ക് ചെയ്തു. സൂര്യൻ ഉദിച്ചിരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും തങ്ങളുടെ വീടും പരിസരവും ആളുകളെ കൊണ്ട് തൂങ്ങി നിറഞ്ഞിരുന്നു. ദൂരദിക്കുകളിൽ നിന്ന് പോലും പുലർച്ചെ തന്നെ ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പലരും തലേ ദിവസവും. അവിടെ എല്ലായിടത്തും വലിയൊരു ആത്മീയതയുടെ പ്രതീതിയായിരുന്നു. വരിവരിയായി നിന്ന് ആളുകൾ ചികിത്സക്കാരുടെ ടോക്കണുകൾ വാങ്ങുന്നു. വസതിയുടെ ഒരു വശത്ത് വലിയൊരു പന്തലിൽ ആളുകൾക്ക് ചായയും പലഹാരങ്ങളും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അത് ആ വീടിൻ്റെ കാലങ്ങളായുള്ള രീതിയാണ്. അവിടെ വരുന്ന ഒരാൾ പോലും വിശപ്പോടെ മടങ്ങരുത് എന്നത് തങ്ങളുടെ കൽപ്പനയായിരുന്നു. വലിയ തോതിലുള്ള സ്വതക്കയും അന്നദാനവും ആ വസതിയിൽ ദിവസേന നടക്കുന്നുണ്ടായിരുന്നു. ഹാളിലൂടെ നടക്കുമ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിലേക്ക് ഒരു പോസിറ്റീവ് എനർജി ഇരച്ചു കയറി. തറവാട്ടിൽ അനുഭവിച്ച ആ ഭയവും അസ്വസ്ഥതയും തങ്ങളുടെ വീടിൻ്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ പകുതിയും പെയ്തൊഴിഞ്ഞതുപോലെ അവന് തോന്നി. അതെ, അവിടെ ടോക്കൺ നമ്പറാണ്. ഒരിക്കൽ പോലും ഷമ്മാസിന് ഡയറക്റ്റ് പ്രവേശിക്കാൻ കഴിയില്ല, അതറിയാം. എന്നാൽ ഷമ്മാസ് ആ നിമിഷം വാട്സപ്പിൽ അതാ ഒരു മെസ്സേജ് അയച്ചു. എന്നാൽ തങ്ങൾ അത് നിമിഷ നേരങ്ങൾ കണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും വിളിക്കുന്നത് ശരിയല്ല. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരതാ അങ്ങോട്ട് വരുന്നു, നേരെ ഷമ്മാസിൻ്റെ അരികിലേക്ക്. എന്നാൽ ക്യാമറയിൽ കാണിച്ചു കൊടുത്തതായിരിക്കും ഒരു പക്ഷേ. പെട്ടെന്ന് അസ്സലാമു അലൈക്കും, നിങ്ങളെ തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രണ്ട് മോലിയരുട്ടികൾ അങ്ങോട്ട് വന്നു. അത് തങ്ങൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ അത് ഷമ്മാസിനെ അവർ കൊണ്ടുപോയി. തങ്ങളുടെ പ്രത്യേക മുറി ലക്ഷ്യമാക്കി ഷമ്മാസ് നടന്നു. ആ ഇരുനില വസതിയുടെ ഇടനാഴികളിലേക്ക് കടക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു സുഗന്ധം പടർന്നു പിടിച്ചിരിക്കുന്നു. വില കൂടിയ അത്തറിൻ്റെയും ഹൂദിൻ്റെയും പുകയുടെയും മണമായിരുന്നു അത്. ആ സുഗന്ധം ശ്വസിച്ചപ്പോൾ തന്നെ ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതെ ശാന്തമായി. അവൻ്റെ ആ ശ്വാസോച്ഛ്വാസം പോലും ആ സുഗന്ധത്താൽ രൂപാന്തരപ്പെട്ടു. ഹോ, എൻ്റെ കൂട്ടുകാരൻ മുഹ്സിൻ തങ്ങൾ, വല്ലാത്തൊരു മുഹ്സിൻ തങ്ങളാണ് അദ്ദേഹം. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്തൊരു സമാധാനമാണ്, ഷമ്മാസ് സ്വയം മന്ത്രിച്ചു. കേവലം ഒരു ആത്മീയ നേതാവ് എന്നതിനപ്പുറം ഷമ്മാസിന് തൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് കൂടിയാണ് മുഹ്സിൻ തങ്ങൾ. അവൻ മുറിയിലേക്ക് കടന്നു. അവിടെ മനോഹരമായ വട്ടമുഖവും കറുത്ത് തിങ്ങി നിറഞ്ഞ താടിയുമുള്ള മുഹ്സിൻ തങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. തലയിൽ കറുത്ത നിറത്തിലുള്ള മനോഹരമായ വെൽവെറ്റ് തൊപ്പിയും ശരീരത്തിൽ ഒട്ടും അഴുക്കില്ലാത്ത വെളുത്ത ജുബ്ബയും അദ്ദേഹം ധരിച്ചിരുന്നു. കൈകളിൽ ഒരു തസ്ബീഹുമാല നിരന്തരം ഉരുളുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങളിൽ നിന്നും ആ അത്തറിൻ്റെ മണം മുറിയിലാകെ പടർന്നു കയറുകയാണ്.
ഷാമോനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു ഉടനെ തന്നെ. എന്നാൽ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. ഷമ്മാസിനെ അദ്ദേഹം ചേർത്ത് പിടിച്ചു. അതെ, അദ്ദേഹം മുസാഫഹത്ത് ചെയ്തു. അവർ തമ്മിൽ ആലിംഗനം ചെയ്തു. ഷാമോനെ എന്തൊക്കെയാടാ, എന്തൊക്കെ വർത്താനങ്ങൾ? ഷമ്മാസിനെ കണ്ടതും തങ്ങൾ തൻ്റെ തസ്ബീഹമാല ചലിപ്പിക്കുന്നത് നിർത്തി. മുഖത്തൊരു മന്ദഹാസം വിരിയിച്ചു. ആ കണ്ണുകളിൽ എല്ലാം അറിയുന്ന ഭാവമുണ്ടായിരുന്നു. ഷമ്മാസ് വന്ന് തങ്ങളുടെ അരികിലിരുന്നു. അവൻ്റെ മുഖത്തെ മ്ലാനത കണ്ട് തങ്ങൾ ചോദിച്ചു, എന്താ ഷമ്മാസ്, ഇന്നും പഴയ പേടികളും ചിന്തയുമാണോ നിന്റെ മുഖത്ത്? ഷമ്മാസ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. അപ്പോൾ തങ്ങൾ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. ഇളച്ചിയെ കൊണ്ട് നല്ലോണം ശല്യമുണ്ടല്ലേ? മുഖത്ത് നോക്കി തന്നെ അദ്ദേഹം അത് പറഞ്ഞു. അതെ, 1 മാസം മുമ്പ് ആദ്യമായി ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഷമ്മാസ്? അവളുടെ ലക്ഷ്യം നീ തന്നെയാണ്. നിന്റെ ജ്യേഷ്ഠൻ നവാസിനെയല്ല, നിന്നെയാണ് അവൾക്ക് ആവശ്യം. നീ അവളെ സ്നേഹിക്കണം, നീ അവളുടെ വലയിൽ വീഴണം എന്നത് തന്നെയാണ് അവളുടെ ഒരേ ഒരു ചിന്ത. അതുകൊണ്ട് ഓരോ ചുവടും സൂക്ഷിച്ചാവണം എന്ന് ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? തങ്ങളുടെ ആ വാക്കുകൾ ഷമ്മാസിൻ്റെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. അതെ, തങ്ങളെന്ന് പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു. സൗദിയുടെ കണ്ണുകളിലെ ആ വന്യനോട്ടവും ഇന്ന് പുലർച്ചെ ഇടനാഴിയിൽ വെച്ച് അവൾ പറഞ്ഞ വാക്കുകളും തങ്ങളുടെ പ്രവചനം ശരിവെക്കുന്നതായിരുന്നു. അറിയാം, നിന്റെ മനസ്സ് ഞാൻ കാണുന്നു ഷമ്മാസ്, നീ ഒട്ടും ഭയപ്പെടേണ്ട. എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ. പിന്നീട് സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ സത്യം പറയാലോ, അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നീയാണ് അവളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. നീ മാത്രം. നിൻ്റെ മുഖം, നിൻ്റെ നടപ്പ്, നിൻ്റെ കിടപ്പ്, നിൻ്റെ വാക്കുകൾ എല്ലാം, നിൻ്റെ ശബ്ദം വരെ അവൾക്കൊരു ഹരമാണ്. നിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നോടുള്ള അടങ്ങാത്ത പ്രണയം അല തല്ലുകയാണ്. ഷമ്മാസ്, സത്യമായിട്ടും നിൻ്റെ നുസൈബ നിന്നെ കാണുന്നത് നിൻ്റെ ഭർത്താവ് എന്ന ബഹുമാനത്തിലാണ്. പക്ഷേ സൗദ നിന്നെ കാണുന്നത് അവളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആഗ്രഹങ്ങളെല്ലാം നിന്നിലൂടെ സാധിപ്പിക്കണം എന്നുള്ള രീതിക്കാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം. ഒരിക്കൽ പോലും വലയിൽ വീണു പോകരുത്. അവളൊരു പക്ഷേ നിന്നെ കയറി പിടിക്കും. യൂസുഫ് നബിയെ കയറി പിടിച്ചില്ലേ സുലേഖ ബീവി എന്നതുപോലെ. തങ്ങൾ തൻ്റെ മുന്നിലിരിക്കുന്ന പാത്രത്തിൽ നിന്നും അല്പം അത്രയെടുത്ത് ഷമ്മാസിൻ്റെ കൈകളിൽ പുരട്ടി കൊടുത്തു. അവൻ്റെ തോളിൽ പതുക്കെ കൈവച്ചു. ഷമ്മാസ്, നിൻ്റെ കൂടെ നുസൈബ എന്ന നല്ലൊരു ഭാര്യയുണ്ട്. അവളുടെ കയ്യിൽ പ്രാർത്ഥനയുണ്ട്. സൗദയുടെ തെറ്റായ ആഗ്രഹങ്ങളിൽ നിന്ന്, നോട്ടങ്ങളിൽ നിന്നും നിന്നെയും നിൻ്റെ തറവാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ അവളുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് നീ താമസിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം അത് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അതിൽ മന്ത്രിച്ച് ഊതിയിട്ട് അവന് കുടിക്കാൻ നൽകി. ഇത് കുടിക്കുമോനെ, മനസ്സൊന്ന് ശാന്തമാകട്ടെ. ഖുർആൻ വാക്യങ്ങളാണ്. തറവാട്ടിലേക്ക് ധൈര്യമായി നീ പോകണം. തിന്മക്കൊന്നിനെയും തകർക്കാൻ കഴിയില്ല, തങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മുഹ്സിൻ തങ്ങളുടെ മുറിയിൽ പുകയുന്ന ഹൂദിൻ്റെ സുഗന്ധത്തിനിടയിലും ഷമ്മാസിൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ വാക്കുകൾ ഓരോന്ന് മൂർച്ചയുള്ള അമ്പുകൾ പോലെ അവൻ്റെ ഹൃദയത്തിൽ വീഴുകയായിരുന്നു. ഒരു വലിയ എന്തോ ഒരു ശക്തി തന്നെ പിടിച്ചതുപോലെ. മുഹ്സിൻ തങ്ങൾ തൻ്റെ കയ്യിലെ തസ്ബീഹമാല പതുക്കെ മേശപ്പുറത്ത് വെച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ഗൗരവം ഷമ്മാസിനെ കൂടുതൽ ഭയപ്പെടുത്തി. തങ്ങൾ ഷമ്മാസിൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി പറയാൻ തുടങ്ങി. ഷമ്മാസ്, നിന്നോട് സൗദക്ക് ഉള്ള ഇഷ്ടം നീ വിചാരിക്കുന്ന പോലെ വെറും ചില്ലറ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കാണുന്നത് അഗാധവും ഭ്രാന്തവുമായ പ്രണയമാണ്. ചില ആണും പെണ്ണും വിവാഹത്തിന് മുമ്പേ പ്രണയിക്കുമല്ലോ. ഒരിക്കൽ പോലും പിരിയാൻ പറ്റാത്ത പ്രണയം എന്നാ പറയുന്ന ആ രീതിയിലാണ് അവൾ നിന്നെ നോക്കുന്നത്. തങ്ങൾ അല്പം നിർത്തി ഒന്ന് ദീർഘനിശ്വാസമെടുത്തു. ഷമ്മാസ്, നമ്മുടെ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ യൂസുഫ് നബിയുടെ പിന്നാലെ സുലൈഖ ബീവി ഓടുന്നതും അടങ്ങാത്ത പ്രണയം മൂലം കുപ്പായം കീറുന്നതുമൊക്കെ. അങ്ങനെ ഒരു അടങ്ങാത്ത കാമവും പ്രണയവുമാണ് നിന്നോട് സൗദക്കുള്ളത്. എങ്ങനെയെങ്കിലും നിന്നെ വശത്താക്കണം. നിൻ്റെ കൈകളിൽ, അല്ലെങ്കിൽ അവളുടെ കൈകളിൽ നിന്നെ ഒതുക്കണം എന്ന ചിന്ത മാത്രമാണ് അവളുടെ തലയിൽ. അതിനായി ഒന്നിനും മടിക്കില്ല. കേട്ടോ ഷമ്മാസ്? തങ്ങളുടെ വാക്കുകൾ കേട്ട്
ഷമ്മാസിൻ്റെ ശരീരം വിറക്കുവാൻ തുടങ്ങി. തങ്ങൾ അവനെ കൂടുതൽ അടുത്തേക്ക് ചേർത്തിരുത്തി രഹസ്യമെന്നോണം പറഞ്ഞു. അവൾ ചിലപ്പോൾ നിന്നെ പിടിച്ച് വലിച്ച് അവളുടെ ബെഡിലേക്ക് തള്ളിയിടും. അവളുടെ ശരീരത്തിലേക്ക് നിന്നെ കൊണ്ട് പിടിപ്പിക്കും. അതിനുള്ള സാധ്യത 100% ഇവിടെ കാണുന്നുണ്ട്. അവളുടെ കണ്ണുകളിൽ നീ വല്ലാത്തൊരു സുന്ദര പുരുഷനാണ്. അത്യധികം വിചാരങ്ങളാണ് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത് നിന്നിലൂടെ മാത്രം നേടിയെടുക്കണം എന്നാണ് അവൾ ഉറപ്പിച്ചിരിക്കുന്നത്. അവൾക്ക് നവാസ് ഭർത്താവായിരിക്കാം, പക്ഷെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സുഖങ്ങൾ അനുഭവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് നിന്നിലൂടെയാണ്. തങ്ങൾ ഷമ്മാസിൻ്റെ കൈകൾ മുറുകെ പിടിച്ചു. ഷമ്മാസ്, തങ്ങളെ ഞാൻ എന്തു ചെയ്യും? അവൾ ഏത് നിമിഷവും നിന്നെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അറ്റാക്ക് എന്ന് വെച്ചാൽ അവളുടെ ആഗ്രഹം സാധിക്കാൻ നിന്നെ ബലമായി പിടിച്ചു വെക്കുക. ഷമ്മാസ്, നീ ഒരാണാണ്, വിചാരങ്ങളുള്ള മനുഷ്യനാണ്. ഏത് നിമിഷവും അവളുടെ ആ പിടുത്തത്തിലും നോട്ടത്തിലും വാക്കുകളിലും നീ അലിഞ്ഞു ചേർന്നേക്കാം, തളർന്ന് വീണേക്കാം. കാരണം ഒരാണും പെണ്ണും നേർക്കുനേർ വരുമ്പോൾ പതറിപ്പോകുക സ്വാഭാവികമാണ്. അതുമാത്രമല്ല, ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ ഒറ്റക്കായി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ മൂന്നാമതൊരു ഇബിലീസ് വരും. അതും വളരെയധികം കറക്റ്റായ കാര്യം തന്നെയാണ്. നീ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വലിയൊരു നാശത്തിലേക്കായിരിക്കും നീ പോവുക. ഇനി നീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. തങ്ങൾ പറഞ്ഞു നിർത്തി. ഒരു നിമിഷം ഷമ്മാസ് തങ്ങളുടെ മുഖത്തേക്ക് ഭയത്തോടെയും പ്രതീക്ഷയോടെയും നോക്കി. അവൻ്റെ തൊണ്ട വരണ്ടുണങ്ങുന്നുണ്ടായിരുന്നു. എന്താണ് അങ്ങ് പറയുന്നത്? എന്താണ് ആ വഴി? എന്നീ ചതിക്കുഴിയിൽ നിന്ന് രക്ഷിക്കൂ തങ്ങളെ. ഷമ്മാസ്, അതൊക്കെ ഞാൻ പറയാം. തങ്ങളുടെ വെളിപ്പെടുത്തൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ തുറപ്പിച്ചു. സൗദിയുടെ മനസ്സിലെ വിചാരങ്ങളുടെ ആഴം തങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ മാത്രമാണ് താൻ ഇത്ര വലിയൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നിൽക്കുന്നത് എന്ന് ഷമ്മാസിന് തോന്നി. മുഹ്സിൻ തങ്ങളുടെ മുറിയിൽ അപ്പോഴും ഊതിൻ്റെ പുക ഉയർന്നുകൊണ്ടിരുന്നു. പക്ഷേ ആ ആത്മീയ സുഗന്ധത്തിനിടയിലും ഷമ്മാസിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തങ്ങൾ പറഞ്ഞ വാക്കുകൾ കേട്ട് അവൻ്റെ ഹൃദയം ഒരു വന്യമായ താളത്തിലിടിച്ചു. അവൻ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു, തങ്ങളെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യേണ്ടത്? അവളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് വഴി ചെയ്യണം? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ തങ്ങളെ. തങ്ങൾ തൻ്റെ തസ്ബീഹമാല മേശപ്പുറത്ത് വീണ്ടും ഒന്നെടുത്തു വെച്ചു. ഷമ്മാസിൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് സങ്കടവും ഗൗരവവും ഒരുപോലെ നിഴലിച്ചു. ഷമ്മാസ്, നീ ചോദിക്കുന്നത് പോലെ ഇതിന് മന്ത്രങ്ങളോ തകിടുകളോ കൊണ്ടുള്ള ചികിത്സകൾ ഇവിടെ ഫലിച്ചെന്ന് വരില്ല. അതിനൊക്കെ അപ്പുറമാണ് അവളുടെ മനസ്സ്. ഞാൻ കാണുന്ന ഒരേ ഒരു വഴി നീ അവളെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നത് മാത്രമാണ്. നീ അവളെ കാണുകയോ അവളുടെ മുമ്പിൽ പെടുകയോ ചെയ്താൽ അവൾക്ക് നിന്നോടുള്ള വിചാരങ്ങളും ഇനിയും കൂടും. നിന്നെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്നുള്ള ചിന്ത അവളെ ഭ്രാന്തി പിടിപ്പിക്കും. തങ്ങൾ ഒന്ന് നിർത്തി. സൗദിയുടെ മനസ്സിലെ നിർഭരമായ ആഴം മനസ്സിനെ വിവരിച്ചു നൽകാൻ തുടങ്ങി. അവളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴേ ഞാൻ കാണുന്നത് തിന്മ മാത്രമല്ല ഷമ്മാസ്, അവളുടെ വിചാരങ്ങളുടെ കൊടുങ്കാറ്റാണ്. ഒരിക്കലെങ്കിലും ഷമ്മാസിൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ ശരീരത്തിലൊന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ, അവൻ എന്നെ ഒന്ന് മുറുകെ പിടിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ നിനക്കായി ദാഹിക്കുകയാണ്. തൻ്റെ ഭർത്താവിനായി പോലും മാറ്റിവെക്കാത്ത ശരീരവും മനസ്സും നിനക്കായി സമർപ്പിക്കാൻ അവൾ കാത്തിരിക്കുകയാണ്. അവൻ എൻ്റെ ശരീരമൊന്ന് തൊട്ടറിഞ്ഞ് മണത്തറിഞ്ഞ് എന്നെ ഒന്ന് വാരി പുണർന്നിരുന്നെങ്കിൽ, ഒരുപക്ഷെ അവൻ്റെ ആ കുഞ്ഞിനെ എനിക്ക് എൻ്റെ വയറ്റിൽ ചുമക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുവരെ ചിന്തിക്കാൻ തക്കവണ്ണം അവളിലെ സ്ത്രീത്വം നിന്നെ ചൊല്ലി ഭ്രാന്തമായിരിക്കുന്നു. അത്രക്കും തീവ്രമാണ് ആ പ്രണയം, അത്രക്കും നിർഭരമാണ് അവൾക്ക് നിന്നോടുള്ള പ്രണയം. തങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഭയത്തോടൊപ്പം തന്നെ ഒരു സ്ത്രീ തൻ്റെ പേരിൽ മാത്രം ഇത്രമാത്രം ആത്മബന്ധവും വികാരവും കൊണ്ടു നടക്കുന്നു എന്ന് അറിയുക അവനിൽ വല്ലാത്തൊരു മാനസിക സംഘർഷമുണ്ടാക്കി. എങ്കിലും തൻ്റെ ഈമാനും ജ്യേഷ്ഠൻ നവാസിൻ്റെ ജീവിതവും സ്വന്തം ഭാര്യ നുസൈബയോടുള്ള മുഖവും അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. തങ്ങളെ, അവൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്, എൻ്റെ സ്വന്തം ഇത്താത്തയെ പോലെ കാണേണ്ടവളാണ്. അവളിൽ നിന്ന് ഈ ചിന്തകൾ മാറ്റാൻ ഒരു വഴിയുമില്ലേ? ഷമ്മാസ് നെഞ്ചു പൊട്ടി ചോദിച്ചു. അതിനവൾക്ക് നിന്നോട് കേവലം കാമമല്ല, അത് നിഷേധിക്കാൻ പറ്റാത്ത വിധം അവളുടെ മനസ്സിൽ വേരൂന്നിയ അഗാധമായ പ്രണയമാണ്.
ചില മനുഷ്യരുടെ മനസ്സിൽ അങ്ങനെ ചില ചിന്തകൾ വീണാൽ അതിൽ നിന്നവർക്ക് പിന്മാറാൻ കഴിയില്ല ഷമ്മാസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നീ സൂക്ഷിക്കണം, സൂക്ഷിച്ചേ മതിയാകൂ. അവളുടെ ആ നോട്ടങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും നീ ഒരു നിമിഷം പതറിപ്പോയാൽ തകരുന്നത് ഒരു വലിയ കുടുംബമാണ്. തങ്ങൾ അവനെ ഓർമ്മിപ്പിച്ചു. ആ പ്രഭാതത്തിൽ മുഹ്സിൻ തങ്ങളുടെ വസതിയിലെ ജനക്കൂട്ടത്തിനും പ്രാർത്ഥനകൾക്കും നടുവിൽ വെച്ച് ഷമ്മാസ് ഒരു വലിയ സത്യം തിരിച്ചറിയുകയായിരുന്നു. തൻ്റെ തറവാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവന് മുന്നിൽ വലിയൊരു അഗ്നിപരീക്ഷയാണ് കാത്തിരിക്കുന്നത്. സൗദിയുടെ തീക്ഷ്ണമായ പ്രണയത്തെയും വികാരങ്ങളെയും ആത്മീയമായി കരുത്തോടെ നേരിടാൻ ഉറച്ചുകൊണ്ട് തങ്ങളുടെ കൈകൾ മുത്തുകയാണ്. ഞാൻ ഇറങ്ങട്ടെ. എന്നാൽ തങ്ങൾ പറഞ്ഞു, കഴിയുന്നതും നീയും അവളും ഉള്ള കാഴ്ച കുറക്കണം. അതായത് ഒരു പക്ഷേ നിന്നെ അവൾ കാത്തിരിക്കുന്നുണ്ടാവും. നോക്കിക്കോ, നീ ഇവിടെ നിന്ന് അങ്ങ് ചെല്ലുമ്പോൾ അവൾ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അവൾക്ക് നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വന്തമാക്കണമെന്നുള്ള ചിന്തയായിരിക്കും. നീ നോക്കിക്കോ. പക്ഷേ ഷമ്മാസ്, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും മാറി നിൽക്കണം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൾ. നിങ്ങൾ രണ്ടുപേരും പുത്തൻവീട് തറവാട്ടിൽ ഉണ്ടാകുമ്പോൾ പല തെറ്റുകളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പല തെറ്റിദ്ധാരണകളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നിൻ്റെ ഭാര്യ പിണങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ഐഷുമ്മ തൻ്റെ മകനെക്കുറിച്ചുള്ള എല്ലാ വിശ്വാസവും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കരുതിയും കണ്ടൊക്കെ അതിനനുസരിച്ച് ചെയ്യുക. നിങ്ങൾ തമ്മിൽ പരസ്പരം കാണാത്ത രീതിയിൽ നിങ്ങൾ മാറണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ പോലും നിങ്ങൾ ഒരു വീട്ടിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം നിങ്ങൾ തമ്മിലുള്ള ഒരു ഇടപഴകൽ, അതായത് ഇടപഴകലല്ല, പക്ഷെ നിങ്ങളുടെ ഒരു കൂടിക്കാഴ്ച, അവൾക്കൊരു പ്രതീക്ഷയാണ് നീ വരുമ്പോൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ പൊന്നു ഷമ്മാസ്, നിൻ്റെ ഭാര്യ നുസൈബിയേക്കാൾ നിന്നെ കാത്തിരിക്കുന്ന സൗദയാണ്. അവൾ അവിടുത്തെ വീട്ടുജോലികളെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. പക്ഷെ ഒരാൾ അതിനകത്തുണ്ട്, ആ വീടിനകത്ത്. നിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും, നിൻ്റെ ആ ഒരു കാൽപര്യമാറ്റം കേൾക്കുമ്പോഴേക്കും അവൾക്ക് നിന്നിലൂടെ എന്തൊക്കെയോ അവൾ ആസ്വദിക്കുകയാണ്. നിന്നെ കണ്ട് വെള്ളിറക്കുകയാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. എന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തായിത്തീരും, ഇതിങ്ങനെ കൂടി വന്ന് ഒരു അറ്റാക്കായിരിക്കും. പിന്നീട് അത് നവാസിന് വെറുക്കാൻ ഒരു കാരണമാവും നിന്നോട്. പിന്നെ ഒരു പക്ഷെ നിനക്കെതിരെ തിരിച്ചിടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സൗദ പറയാൻ ചാൻസ് ഉണ്ട്, എന്നെ തിരിച്ചാണ് ഇങ്ങോട്ട് കയറി പിടിച്ചത്. യൂസുഫ് നബിയുടെ ആ ഒരു സെയിം സംഭവമൊക്കെ അങ്ങനെ വരും. ഞാനല്ല, എന്നെ തിരിച്ച് ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ നമ്മളെ കുടുംബം കുളം തോണ്ടുന്ന രീതിയിൽ ഇപ്പം നിനക്കെന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ നല്ല സ്ഥാനമാണുള്ളത് നിൻ്റെ ഉമ്മയുടെയും എല്ലാവരുടെയും മനസ്സിൽ. അത് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായിത്തീരും. അതുകൊണ്ട് നല്ലോണം എനിക്ക് പറയാനുള്ളത്, നീ അവിടെ നിന്ന് പതുക്കെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുക. അതല്ല എങ്കിൽ അവൾ അവിടെ നിന്ന് പറഞ്ഞേക്കുക. ഈ 2 ഓപ്ഷൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇല്ലാതാക്കുക എന്നുള്ളത് കേട്ടോ. എങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. ശരിക്കും അതാ മുഹ്സിൻ തങ്ങളുടെ വാക്കുകൾ കേട്ട് ഷമ്മാസ് ഒരു നിമിഷം ഞെട്ടിപ്പോവുകയായിരുന്നു. മുഹ്സിൻ തങ്ങളുടെ വാക്കുകൾ ഷമ്മാസിൻ്റെ മനസ്സിൽ കനലായി എരിയുകയായിരുന്നു. ആ വലിയ തറവാട്ടിൻ്റെ ഉമ്മറത്ത് തങ്ങൾ അവന് വേണ്ടി വരുത്തിവെച്ച വിഭവസമൃദ്ധമായ ഭക്ഷണം മുന്നിൽ നിറഞ്ഞിട്ടും ഷമ്മാസിന് ഒരു തരി പോലും ഇറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തൊണ്ടയിൽ എന്തോ ഒന്ന് തടയുന്നത് പോലെ, നെഞ്ചിലൊരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെ അവന് തോന്നി. വേണ്ട ഷമ്മാസ്, ഇവിടുത്തെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പോകരുത് കേട്ടോ. അതാണ് എനിക്കിഷ്ടം. കാരണം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അതത്ര നല്ലതല്ല. തങ്ങളുടെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് മുന്നിൽ അവനെ വിസമ്മതിക്കാൻ കഴിഞ്ഞില്ല. ഒരു വിധത്തിൽ ആ സ്നേഹത്തെ മാനിച്ചുകൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഓരോ ഉരുളയിലും വരാനിരിക്കുന്ന വലിയൊരു വേർപാടിൻ്റെ കയ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് വിതുമ്പലടക്കാൻ പാടുപെട്ടുകൊണ്ട് ഷമ്മാസ് ആ പുണ്യപുരുഷൻ്റെ അരികിലേക്ക് നീങ്ങി. ആദരവോടെയും സങ്കടത്തോടെയും അവൻ തങ്ങളുടെ കൈകൾ പിടിച്ച് ചുണ്ടുകളോട് ചേർത്തു മുത്തിമണത്തു. ആ കൈകളിൽ അവനുള്ള ആശ്വാസവും ഒപ്പം വലിയൊരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. തങ്ങൾ അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു പറഞ്ഞു, തങ്ങളെ ഞാൻ പോയിട്ട് വരട്ടെ കേട്ടോ. ഷമ്മാസിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഷാമോനെ, ഒന്നും വിചാരിക്കണ്ട. തങ്ങളുടെ ശബ്ദത്തിൽ അഗാധമായ ഗൗരവവും കാരുണ്യവും കലർന്നിരുന്നു.
നീ ഒന്ന്, അല്ലെങ്കിൽ അവൾ, രണ്ടിലൊരാൾ മാത്രമേ ആ പുത്തൻവീട് തറവാട്ടിൽ ഇപ്പോൾ നിൽക്കുവാൻ പാടുള്ളൂ. ഞാനിത് വെച്ച് നോക്കിയിട്ട് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. തങ്ങൾ അല്പം നിർത്തി ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിലെ ആശങ്ക കണ്ട് അദ്ദേഹം തുടർന്നു. കാര്യം മറ്റൊന്നുമല്ല ഷമ്മാസ്. ഷമ്മാസിന് എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ്. പക്ഷെ നീ അവിടെ തുടർന്നാൽ അത് നവാസ് വരെ, നിന്റെ ഉമ്മ വരെ എല്ലാവരും നിന്നെ വെറുക്കാൻ അതൊരു കാരണമായി തീരും. കുടുംബത്തിൻ്റെ അത്രയും വലിയൊരു ഭിന്നതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, കഴിയുന്നതും ഷമ്മാസ് ഒന്ന് മാറി നിൽക്കുകയായിരിക്കും നല്ലത്. കുറച്ച് വിദേശ പര്യടനം നടത്തുക. അത് നിനക്ക് എളുപ്പമല്ലേ? മലേഷ്യയിലേക്ക് ഒന്ന് വിസിറ്റ് അടിച്ച് വരിക, അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിൻ്റെ ബിസിനസ്സൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റുക. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ടേ വീട് വിട്ട് ഈ തറവാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ? അങ്ങനെ ആയാൽ എല്ലാം റെഡിയായി തീരാൻ ചാൻസ് ഉണ്ട്. ആ വാക്കുകൾ കേട്ട് ഷമ്മാസിൻ്റെ നെഞ്ച് തകർന്നു. ജനിച്ചു വളർന്ന തറവാട്, ജീവനായ ഉമ്മ, കൂടെ പിറപ്പുകൾ, എൻ്റെ പൊന്നുമക്കൾ എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുക എന്നത് അവന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അത് എൻ്റെ നുസൈബ, എൻ്റെ കുഞ്ഞ്. അല്ല എങ്കിൽ തങ്ങൾ മറ്റൊരു വഴി കൂടി നിർദ്ദേശിച്ചു. അവളെ അവളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിലേക്കോ മാറ്റുക. അങ്ങനെയെങ്കിലും മാറ്റിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യണട്ടോ. പക്ഷേ തൻ്റെ ജ്യേഷ്ഠൻ്റെ പങ്കാളിയെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി നിർത്താൻ അവന് തോന്നുന്നില്ലായിരുന്നു. പകരം ഈ ഒരു പ്രതിസന്ധി സ്വന്തം തോളിലേറ്റാൻ ഷമ്മാസ് തീരുമാനിക്കുകയായിരുന്നു. തറവാടിൻ്റെ സമാധാനത്തിനും ഉമ്മയുടെ നവാസിൻ്റെയും സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനും താൻ തന്നെ മാറി നിൽക്കുകയാണ് നല്ലതെന്ന് അവൻ ഉറപ്പിച്ചു. അതുമാത്രമാണ് തങ്ങളുടെ വാക്കുകളുടെ ആകെത്തുകയെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ വലിയ തീരുമാനത്തിൻ്റെ ഭാരത്തോടെ ഷമ്മാസ് എഴുന്നേറ്റു. ഇനിയൊരു തിരിച്ചുവരവ് എപ്പോഴെന്നറിയാത്ത ആ യാത്രയ്ക്ക് മുന്നേ അവൻ വീണ്ടും മുഹ്സിൻ തങ്ങളുടെ മുന്നിൽ ശിരസ് നമിച്ചു. വികാര നിർബന്ധമായ ആ നിമിഷത്തിൽ അവൻ തങ്ങളുടെ കൈകൾ ഒരിക്കൽ കൂടി മുത്തിമണത്ത് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. തങ്ങളുടെ കണ്ണുകളിലും ആ യുവാവിനോടുള്ള വാത്സല്യവും പ്രാർത്ഥനയും നിറഞ്ഞിരുന്നു. മുഹ്സിൻ തങ്ങളുടെ മിഴികളും നിറഞ്ഞു. ആ അനുഗ്രഹം നെഞ്ചിലേറ്റി മുഹ്സിൻ തങ്ങളുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഷമ്മാസ് ആ പടി ഇറങ്ങി. മനസ്സിലൊരൊറ്റ ലക്ഷ്യം മാത്രം, തൻ്റെ ജീവനായ പുത്തൻ വീട് തറവാട്. നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ തങ്ങളുടെ വാക്കുകൾ അലയടിക്കുന്നുണ്ടായിരുന്നു. അവൻ കാറിൽ കയറി. അങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സ് ആകെപ്പാടെ കലങ്ങി മറിയുകയായിരുന്നു. പുത്തൻവീട് തറവാടിൻ്റെ പടിയിറങ്ങി അന്യദേശത്തേക്ക് പോകും മുമ്പ് പ്രിയപ്പെട്ടവരെയെല്ലാം ഒന്നുകൂടി ചേർത്ത് പിടിക്കണം. അത് വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. എൻ്റെ ഫൈസൽക്ക നുസൈബയെ ഒഴിവാക്കി നിൽക്കുന്ന സമയത്താണ് ഞാൻ വന്നത്. അന്ന് എൻ്റെ നുസൈബ എനിക്ക് ആരുമല്ലായിരുന്നു. എന്നാൽ അറിയാതെ ഞാൻ അവളെ സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, മോളുമായി. ഈ ഒരവസ്ഥയിൽ നുസൈബയെയും കുഞ്ഞിനെയും ഒക്കെ വിട്ടിട്ട് പോവുകയെന്ന് വെച്ചാൽ അവൻ്റെ മനസ്സ് വല്ലാതെ പതറി. റബ്ബേ, അല്ലാ, എനിക്ക് കഴിയില്ലല്ല. റബ്ബേ, ഞാൻ എന്ത് ചെയ്യാം? പക്ഷേ തങ്ങളുടെ വാക്കുകൾ കേൾക്കാഞ്ഞാലും അതെ, ആ വീട്ടിൽ വലിയൊരു ഭിന്നത ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം സഹിച്ച് ക്ഷമിച്ച് വിദേശത്തേക്ക് പോവുക തന്നെ. പാവൻ്റെ നുസൈബ പാവമാണ്. റബ്ബേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഷമ്മാസ് അതിനു വേണ്ടി യാത്ര തിരിക്കുവാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ പുത്തൻ വീട് തറവാടിൻ്റെ ആ വലിയ ഗേറ്റ് കടന്നുകൊണ്ട് ഷമ്മാസ് അതിനകത്തേക്ക് പ്രവേശിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ, മുഹ്സിൻ തങ്ങൾ പറയുന്ന പോലെ തന്നെ, ഷമ്മാസിൻ്റെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സൗദ ഓടിയെത്തിയിരിക്കുന്നു. ആ കോലായിൽ നിന്ന് ഇറങ്ങി വരുന്നു ഷമ്മാസിനെ വരവേൽക്കുവാൻ വേണ്ടി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.